മറ്റൊന്നിലും കാന്തനെ കാണുവാനാക്കി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും കണ്ടാലും വേഗം ഞാൻ വന്നിടമെന്നൂര കണ്ടാലും വേഗം ഞാൻ വന്നിടമെന്നൂര ചെയ്ത പ്രിയൻ വരും നിശ്ചയം ചെയ്ത പ്രിയൻ വരും നിശ്ചയം കാന്തനെ കാണുവാനാക്കി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും കാന്തനെ കാണുവാനാക്കി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാദത്തിൽ കോടാകോടി ഗണം തേജസ്സിൽ തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാദത്തിൽ കോടാകോടി ഗണം തേജസ്സിൽ സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയരേ സർവാംഗ സുന്ദരൻ ആകുമൻ പ്രിയരേ കാണുമതിൻ മധ്യയേഴയും കാണുമതിൻ മധ്യയേഴയും കാന്തനെ കാണുവാനാക്കി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും 2007 ମସିହା ଠାରୁ ମୁଁ କେସିଆକୁ ବ୍ୟକ୍ତିଗତ ଭାବରେ ଜାଣେ 2007 മുതൽ എനിക്ക് କେସିଆയെ വ്യക്തിപരമായിട്ട് അറിയാം ସେତେବେଳେ ସେ ତୃତୀୟ କ୍ଲାସ୍ରେ ପାଠ ପଢ଼ୁଥିଲା ଏବଂ ମୁଁ ତାକୁ ସ୍କୁଲକୁ ନେବା ଆଣିବା କରିବାରେ ସାହାଯ୍ୟ କରୁଥିଲି ଯେତେବେଳେ ଜେମ୍ସ ସାର୍ ଓଡ଼ିଶାରେ ନଥିଲେ അന്ന് ജെയിംസ് ചില സന്ദർഭങ്ങളിൽ ഒറീസയിൽ ഇല്ലാത്ത സമയമായിരുന്നു അന്ന് 3ാം ക്ലാസ്സിലാണ് ക്രിസ്ത്യ പഠിച്ചുകൊണ്ടിരുന്നത് സ്കൂളിൽ കൊണ്ടുപോകാനും വരുവാനും ഒക്കെ ഞങ്ങളായിരുന്നു സഹായിച്ചുകൊണ്ടിരുന്നത് ଜେମ୍ସ ସାର୍ ଓଡ଼ିଶାର ସେବା କାର୍ଯ୍ୟ ପାଇଁ ଗୋଟେ ଆଶୀର୍ବାଦ ଏବଂ ସୁସମାଚାର ପ୍ରଚାରରେ ଗାଁ ଗାଁକୁ ଯାଇକି ପତ୍ରିକା ବାଣ୍ଟିବାରେ ବିଭିନ୍ନ କ୍ଷେତ୍ରରେ ଓଡ଼ିଶାର ମଣ୍ଡଳୀ ପାଇଁ ଗୋଟେ ଆଶୀର୍ବାଦ ଥିଲେ ജെയിംസ് ഒറീസയിലായിരുന്ന കാലഘട്ടം അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുന്നതിനും അവിടെയുള്ള ദൈവസഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരുന്നതിന് ദൈവം സഹായിച്ചിട്ടുണ്ട് മെർസി ଦିଦି ସେତେବେଳେ ଘଣ୍ଟା ଘଣ୍ଟା ଆପଣ ଗୁପ୍ତ କୋଠରୀରେ ବସିକି ରୁମ୍ରେ ବସିକି ପ୍ରାର୍ଥନା ପାଇଁ ବ୍ୟୟ କଲେ ତାହା IPC ଜିଜସ୍ ପ୍ରେୟର ହଲ୍ ପାଇଁ ଓଡ଼ିଶା ପାଇଁ ଗୋଟେ ଆଶୀର୍ବାଦର କାରଣ ଅଟେ അന്ന് മേഴ്സിയുടെ ശുശ്രൂഷ മുറി അടച്ചിരുന്ന് മണിക്കൂറുകളോളം ദേശത്തിനു വേണ്ടി ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമായിരുന്നു അത് ഞങ്ങളുടെ അവിടെയുള്ള ഇന്ത്യൻ പെന്തിക്കോസ്റ്റൽ ചർച്ച് IPC ജീസസ് പ്രെയർ ഹാൾ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു କେସିଆ ଗୋଟେ ମିଶନ ଫିଲ୍ଡରେ ବଡ଼ ହେଲା ଏବଂ ସେଇ ଦିନମାନଙ୍କର ସେଇ ସ୍ଥାନର ତାର ଜୀବନ ତାର ଭବିଷ୍ୟତ ଜୀବନକୁ ଗୋଟେ ନୂଆ ରୂପ ଦେଲା ഒരു മിഷൻ സ്റ്റേഷനിൽ വളരുന്നതിനും ജീവിതത്തിന് ഒരു നല്ല മാതൃകാപരമായ ഒരു ആദർശം പണിതെടുക്കുന്നതിനും കെസിയയ്ക്ക് ദൈവം കൃപ ചെയ്തിട്ടുണ്ട് ଏବେ ପର୍ଯ୍ୟନ୍ତ କେସିଆ ପାଖରେ ସେ ଲଭିଂ କେୟାରିଂ ତାପରେ ତାର ମିଶନ ଓରିଏଣ୍ଟେଡ୍ ହାର୍ଟ ଦେଖିବା ପାଇଁ ପ୍ରଭୁ ଅନୁଗ୍ରହ କଲେ ഇപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ ദാഹവും കെസിയയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ସେ କେରଳ ଆସିଲେ ମଧ୍ୟ ତା ହୃଦୟରୁ ଓଡ଼ିଶାକୁ ଯିବା ପାଇଁ ଦେଇନାହିଁ ସେଥିପାଇଁ ମୁଁ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ കേരളത്തിൽ വന്നെങ്കിലും എപ്പോഴും ഒറീസയിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം കെസിയയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ଆଜି ଗୋଟେ ବଡ଼ ଆନନ୍ଦର ଦିନ କେସିଆ ଏବଂ କେଭିନ୍ ସେମାନେ ଗୋଟେ ନୂଆ ଜୀବନ ଆରମ୍ଭ କରିବା ପାଇଁ ଗୋଟେ ପାଦ ପକେଇଲେ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കാലുകൾ വെക്കുന്നതിൻ്റെ തുടക്കമായി ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ പ്രവേശിപ്പാൻ കെസിയയ്ക്കും കെവിനും ഇടയായതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ଉଭୟଙ୍କୁ ପରମେଶ୍ୱର ଏକ କରିବା ପାଇଁ ତାଙ୍କର ମହାନ ଯୋଜନା ପାଇଁ ମୁଁ ପରମେଶ୍ୱରଙ୍କୁ ଧନ୍ୟବାଦ ଦିଏ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നാക്കി തീർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി ଯଦ୍ୟପି ମୁଁ କେଭିନ୍ ବିଷୟରେ ଅଧିକ କିଛି ଜାଣିନାହିଁ കെവിനെ കുറിച്ച് എനിക്ക് അധികമായിട്ടൊന്നും അറിയില്ല ତଥାପି ମୁଁ ବିଶ୍ୱାସ କରେ ଈଶ୍ୱରଙ୍କର ଯୋଜନା ଅନୁସାରେ ନିରୂପିତ କେସିଆ ପାଇଁ ଗୋଟେ ଉତ୍ତମ ଭବିଷ୍ୟତ ବର ଅଟେ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു കെവിനും ദൈവത്താൽ കെസിയായ്ക്ക് വേണ്ടി നിരൂപിക്കപ്പെട്ട ഒരു മകനാണ് ମୁଁ ଉଭୟଙ୍କୁ କହିବା ପାଇଁ ଚାହେଁ രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ବିବାହ ପାଇଁ ଯେତେବେଳେ ସେମାନେ ପ୍ରସ୍ତୁତି ହେଉଛନ୍ତି വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ ପ୍ରଭୁ ଆପଣଙ୍କୁ ପଥ ଦେଖାନ୍ତୁ
ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വഴികളും ଆପଣ കാണിച്ചു തരട്ടെ. ଉଭୟଙ୍କର ସମ୍ପର୍କକୁ ମଜବୁତ କରନ୍ତୁ നിങ്ങളുടെ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം ദൈവം ഉറപ്പിക്കട്ടെ. ଏବଂ ତାହାଙ୍କର ଅନୁଗ୍ରହରେ ତୁମର ଦାମ୍ପତ୍ୟ ଜୀବନକୁ ପୂର୍ଣ୍ଣ କରନ୍ତୁ. ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ധന്യമാക്കി ତୁମର തീർക്കട്ടെ. ଉଭୟର ସମ୍ପର୍କ ଯୀଶୁଖ୍ରୀଷ୍ଟଙ୍କ ଠାରେ ମଜବୁତ ହେଉ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം യഹോവയാൽ ധന്യമായി തീരട്ടെ. ഞങ്ങൾ സഹോദരങ്ങൾ 6 പേരാണ്. എനിക്ക് മൂത്ത 2 സഹോദരിമാരാണ്. എൻ്റെ മൂത്ത സഹോദരി കർത്താവിൽ വിശ്രമിക്കുന്നു, സൂസമ്മ അമ്മ. അമ്മാമ്മയുടെ പ്രിയ മകനാണ് പ്രിയ ജെയിംസ്. പ്രിയ അമ്മാമ്മയ്ക്കും എൻ്റെ അളിയനും, പ്രായത്തിലായിരിക്കുന്ന അളിയൻ ഇവിടെ ഉണ്ട്. അവർക്ക് 7 മക്കളെ കർത്താവ് ദാനം ചെയ്തു. അതിൽ 4 പേരും കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയിൽ അവരായിരിക്കുന്നു. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ, ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോട് വളരെ ശക്തമായ ദൈവവചന പ്രകാരം അവർ ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുതുകയാണ്. വിശേഷാൽ ഞങ്ങളുടെ പ്രിയമകൻ ജെയിംസിനെയും പ്രിയമകൾ മേഴ്സിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുതുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വളരെ അനുഗ്രഹമാണ്. പലപ്പോഴും ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലൊരു വിഷയം വരുമ്പോൾ, വിവാഹമാകട്ടെ, അതുപോലെ ഹൗസ് ഡെഡിക്കേഷനാകട്ടെ, എന്ത് വിഷയം വന്നാലും പ്രിയ പൈതലിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് നടക്കേണ്ട കാര്യമില്ല. അതെല്ലാം തക്കതായ നിലയിൽ ചെയ്യാനുള്ള പ്രത്യേക കൃപ പ്രിയ മകൻ ജെയിംസിന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആരെയും വിട്ടുപോകാതെ, ഒരു വിഷയവും വിട്ടുപോകാതെ എല്ലാം നന്നായി വളരെ ഭംഗിയായി വിവേകത്തോടും പരിജ്ഞാനത്തോടും തന്മയത്വമായി ചെയ്യാനുള്ള കൃപ ദൈവന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ബാല്യകാലം മുതൽ ദൈവത്തിൽ ആശ്രയിച്ച് വന്നതിൻ്റെ ഒരു നന്മ ഇന്ന് പൽക്കാലം കാണുവാനും അറിയുവാനും കർത്താവ് ഇടയാക്കുന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്തിന് വേണ്ടി പ്രിയ പൈതലെ പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അതോർത്ത് അത് ഞങ്ങൾക്കൊരു അഭിമാനമായിരിക്കുകയാണ്. അതിലോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകളെ മേഴ്സിയെക്കുറിച്ച് എനിക്കൊരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ പ്രിയ മകൻ്റെ അനന്തരവന് ബാബുമോൻ പറഞ്ഞതുപോലെ പ്രിയ മേഴ്സിയുടെ പിതാവ് ലോകം അറിയപ്പെടുന്ന ഒരു അനുഗ്രഹനായ ദൈവദാസനായിരുന്നു പാസ്റ്റർ V.A. തോമസ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ബ്രദറൻ കൂട്ടായ്മയിലെ ഒരു അനുഗ്രഹനായ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു, പെന്തക്കോസ്ത് കൂട്ടായ്മയിലുള്ളതായ 3 ദൈവദാസന്മാരെ താൻ മറക്കുകയില്ലായിരുന്നു. അവരുടെ ശുശ്രൂഷ താൻ വളരെ എൻജോയ് ചെയ്തിരുന്നു. അതിലൊന്ന് പാസ്റ്റർ V.A. തോമസ് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവദാസൻ്റെ തലമുറയാണ് പ്രിയ മകള്. മേഴ്സിയെക്കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയുന്നത്, ഞങ്ങളിപ്പോൾ വന്നപ്പോഴും ഞാനും എൻ്റെ ഇളയ അളിയനും എൻ്റെ ജ്യേഷ്ഠത്തെയും എൻ്റെ വൈഫും കൊച്ചുമകളുമായിട്ട് അവിടെ വന്നപ്പോഴും പറഞ്ഞു, ഈ മകളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നൊരു കാര്യം, എനിക്കില്ലാത്ത ഒരു ക്വാളിറ്റി, എനിക്ക് പലപ്പോഴും ചെയ്യുവാൻ കഴിയാത്ത പാലിക്കുവാൻ കഴിയാത്ത ഒരു ക്വാളിറ്റി കണ്ടിട്ടുള്ളത്, ആരോടും പരിഭവമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല, ആരോടും കയ്പില്ല, ആരെന്ത് ചെയ്താലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവത്തിനുടമയാണ് പ്രിയ മകള്. അവളുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ പലപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്ക് പ്രകാരം ഒരു കുടുംബത്തിലേക്ക് പ്രവേശിപ്പാനുള്ള അവസരം കർത്താവ് ഒരുക്കുന്നല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയ മകൻ കെവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വ്യവസ്ഥകൾ, അത് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, അനേക പ്രമാണങ്ങളുണ്ട്. അതിലൊരു പ്രമാണമാണ് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. കർത്താവിന് സ്തോത്രം. നമ്മൾ ഒത്തിരി നല്ലവരായതിനു ശേഷമല്ല കർത്താവ് നമ്മെ കൈക്കൊണ്ടത്. നമ്മുടെ സകല കുറവുകളുള്ളപ്പോഴും, സകല അശുദ്ധിയുള്ളപ്പോഴും, സകല ബലഹീനമുള്ളപ്പോഴും ക്രിസ്തു നമ്മെ കൈക്കൊണ്ടു. അതുപോലെ അന്യോന്യം കൈക്കൊള്ളുക. കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു തത്വമാണ്, പ്രമാണമാണ് അന്യോന്യം കൈക്കൊള്ളുക. അക്സെപ്റ്റ് വൺ അനദർ. ഞാൻ ഇവിടെ വന്നു തന്നെ വളരെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ പ്രിയ കെസിയായിട്ടുമായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ബേബി ബേർഡെന്നും മദർ ബേർഡെന്നുമാണ് പരസ്പരം ഞങ്ങൾ ഇത് ചെയ്യുന്നത്, കോൺവെർസേഷൻ ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയാണ്. മാത്രമല്ല നമ്മുടെ ഷെക്കൈന മ്യൂസിക്കിൻ്റെ ഒരു ഫാൻ കൂടിയാണ് ഞാൻ. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് ഷെക്കൈന മ്യൂസിക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതുണ്ടോ. വളരെ വർഷങ്ങളായിട്ട് അറിയാം. മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റർ V.A. തോമസ് അപ്പച്ചനും എൻ്റെ പിതാവും ഒക്കെ കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. വർഷങ്ങൾക്ക് എൻ്റെ പിതാവിനെ അറിയപ്പെടുന്ന കല്ലടമത്തായിച്ചൻ എന്നാണ്. പ്രിയ ഷൈനി, അതുപോലെ മല്ലപ്പള്ളിയിൽ മേപ്രായിലെ കാര്യങ്ങൾ പലതരത്തിൽ
ഈ കുടുംബവുമായി ഉള്ള ബന്ധമുണ്ട്. ഇന്നിങ്ങനെ ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കെൽവിന് ഇവരെയൊക്കെ നന്നായി അറിയാം. വളരെ ശാന്തതയും സൗമ്യതയുള്ള കുഞ്ഞുങ്ങളാണ്. അവരോടൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില പ്രവർത്തനങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവസാവകാശം തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ IPC ടാബർനാക്കിൾ ചർച്ചിൻ്റെ 50ാമത് ആഘോഷത്തിൻ്റെ കുടുംബസംഗമം നടക്കുകയാണിന്ന്. അതിട്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അനേക ദൈവമക്കളെ കാണുവാൻ ദൈവസാവകാശം ഒരുക്കും. നിങ്ങളോട് പറയാനുള്ളത്, എ ഫാമിലി പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവസാവകാശം ഒരുക്കട്ടെ. വരുന്ന തലമുറ, കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നല്ല തലമുറകളെ കർത്താവ് നൽകട്ടെ. നല്ല പാട്ടുകാരായി തീരട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചൂളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. വന്മഴ പെയ്തു നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽ ഇരു കുടുംബങ്ങളിൽ നിന്നും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കലൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ ഈ എൻഗേജ്മെൻറ്റ് ശുശ്രൂഷ വളരെ നന്നായി പ്രിസൈഡ് ചെയ്ത ഞങ്ങളുടെ സഭാ ശുശ്രൂഷകനും കേരള സ്റ്റേറ്റ് IPCയുടെ മുൻ സെക്രട്ടറിയുമായിരുന്ന പാസ്റ്റർ ഷിബു നെടിവേലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ വയ്യാത്തത് ഞങ്ങളോട് ചോദിച്ച് പറഞ്ഞു തന്ന് ഇങ്ങനെ വേണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആലോചനകൾ പറഞ്ഞു തന്ന് ഇത്രത്തോളം ഈ ഫംഗ്ഷൻ മനോഹരമാക്കി തീർത്തതിൽ കർത്താവിൻ്റെ ദാസിന് ഒത്തിരി പങ്കുണ്ട്. പ്രിയ ജെസി മാമ, അതുപോലെ ജസ്റ്റിൻ കുടുംബം ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന സുമിത് ജേക്കബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ കെബിൻ്റെ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ ബഹുമാനിക്കുന്ന കർത്തദാസൻ സിജിമോൻ PK ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ കണ്ട നാൾ മുതൽ വളരെ സ്നേഹബന്ധത്തിലും ക്രിസ്തു സ്നേഹത്തിലും തുടരുവാൻ ദൈവം ഇടയാക്കുന്നല്ലോ. ദൈവദാസൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. അതുപോലെ തന്നെ
ആ ദൈവസഭയുടെ തന്നെ വിവിധ ചുമതലകൾ വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിനു കോശിയും ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിൻ്റെ ദാസനെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് പകൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് കല്യാണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അനേകർ ആശംസ പറയുന്നതും നന്ദി പറയുന്നതും ആ കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ അത് കാണുവാനിടയായി തീർന്നിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമാക്കി തീർത്ത ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ 2 സഹോദരങ്ങൾ, ഒരാളാണ് ഇവിടെ വിവാഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സ്പിരിച്വൽ മെൻറ്റർ കൂടിയായ പാസ്റ്റർ PJ എബ്രഹാം. ധാരാളം വർഷം ദുബായിൽ കർത്താവിൻ്റെ വേല ചെയ്തു. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് മരണകരമായ രോഗം വന്നെങ്കിലും മൃത്യുവിനെ ഏൽപ്പിക്കാതെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇന്ന് പകൽ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത സഹോദരനാണ് പാസ്റ്റർ ബാബു P. ജോൺ. അദ്ദേഹം ഓറീസയിൽ ദീർഘവർഷം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾക്ക് 6 വർഷമായിരിക്കാൻ ദൈവം തന്ന ആ മഹൽ ഭാഗ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. ബാബുച്ചാനും അദ്ദേഹത്തിൻ്റെ മിസ്സസ് മേഷ് സ്വാമിയും ഇവിടെയുണ്ട്. ബാബുച്ചാനും കഴിഞ്ഞ ദിവസം മരണകരമായ രോഗത്തിൽ ദൈവം വിടുവിച്ചു. ഇന്ന് പൽക്കാലം മനോഹരമായ സന്ദേശം നൽകുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഞങ്ങൾ സന്ദേഹിച്ചിരുന്നെങ്കിലും താൻ ശരീരത്തിൽ വളരെ ബലഹീനനെങ്കിലും കർത്താവ് തന്നെ ബലപ്പെടുത്തി അഭിഷേകം കൊണ്ട് നിറച്ചു. നമുക്ക് ആവശ്യമായ ആലോചനകൾ നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഒറീസ IPC ജീസസ് പ്രയർ ഹാളിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായ സത്യനാരായണ മഹാറാണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷിബ്ചാൻ പറഞ്ഞപ്പോൾ ഷിബു മൂർത്തി എന്ന് പറയാനിടയായി. സത്യനാരായണ മഹാറാണ ഇച്ചിരി കട്ടിയുള്ള പേരാണ് അത് പറയുവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അതേ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങളുടെ നന്ദി ഈ സമയം അതേ അറിയിക്കുന്നു. 93 വയസ്സുള്ള എൻ്റെ പിതാവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഏതാണ്ട് 2009 എൻ്റെ മാതാവ് അതേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി അത് വെളുപ്പിനെ 3 മണി 4 മണി സമയത്ത് അനേകം മണിക്കൂറുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു മാതാവാണ് ഞങ്ങൾക്ക് നഷ്ടമായി പോയത്. ഞങ്ങളുടെ മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഞങ്ങളുടെ പിതാവിൻ്റെ ജീവിതത്തിലെ നീതി പ്രവൃത്തിയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. എൻ്റെ മൂത്ത സഹോദരൻ്റെ മകൻ ജോബിൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എൻ്റെ ഇളയ സഹോദരി ഷൈനിയും ജിജിയും ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവരുടെ 2 മക്കൾക്ക് പങ്കെടുക്കുവാൻ കഴിയാതെ അവർ വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മേഴ്സിയുടെ പിതാവ് കർത്താവിന് വേല തികച്ച് അക്കരനാട്ടിൽ വിശ്രമിക്കുന്നെങ്കിലും ആ ദൈവദാസൻ കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും കർത്താവ് മറന്നില്ല. ആ ദൈവഭൃത്യന്മാരുള്ള നീതിയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ നിറവേറപ്പെടുന്നത്. വിയ തോമസിനെ എല്ലാവരും പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പത്നി ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ മദറിലോ അല്ലെങ്കിൽ മേഴ്സിയുടെ മദർ പ്രിയ തങ്കമാമ ഇന്ന് പകൽ ഇവിടെയുണ്ട്. ആമേൻ. വർഷങ്ങൾക്ക് മുൻപേ താൻ മരിച്ചു പോകുമെന്ന് ആരോ പ്രവചിച്ചിരുന്നു. പക്ഷേ കൊച്ചുമക്കളുടെ വിവാഹ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ തനിക്ക് ദൈവം ആയുസ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പമായിരിക്കും. നിങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവുമാണ്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഒരു പ്രത്യേക കാര്യം, കെവിൻ്റെ ബ്രദർ കെൽവിൻ കാനഡയിലായിരുന്നു. അവരുടെ 2 പേരുടെ വിവാഹ ശുശ്രൂഷ ഒന്നിച്ചാണ് 22-ാം തീയതി നടക്കാൻ പോകുന്നത്. കെൽവിന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് വരുവാനിടയായി തീർന്നു. കെവിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിയുക്ത വധുവും പിതാവും മാതാവും ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒരു നിമിഷം നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോട്ടെ. കെവിൻ്റെ ബ്രദർ കെൽവിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കെസിയ, അതും കെസിയ തന്നെയാണ്. ഒരു വീട്ടിൽ 2 കെസിയമാർ ചെല്ലുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും നമുക്കറിയത്തില്ല. മേഴ്സിയും ഉണ്ട്, കുറേ മേഴ്സിമാർ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ മേഴ്സിമാർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരാണ് ജോസഫ് മെഴുവേലി ആൻഡ് ജോഷി. അവരെയാണ് ഇവിടെ വീഡിയോയും അതേ ചിത്രങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ദീർഘവർഷങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊയറിലെ അതേ ലോകപ്രശസ്തനായ ഒരു കീബോർഡിസ്റ്റ് എന്ന് പറയാം, യേശുദാസ് ജോർജ്, അദ്ദേഹത്തിൻ്റെ മിസ്സസ് ലിച്ചി, അതുപോലെ സോജൻ. എന്നോട് ഏറ്റവും അധികം പ്രാവശ്യം കെസിയയുടെ വിവാഹം എന്നാണെന്ന് ചോദിച്ചത് യേശുദാസാണ്. എപ്പോഴും ചോദിക്കുമായിരുന്നു, വെച്ചാൽ കെസിയയുടെ വിവാഹം എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, മോനെ കർത്താവ് അത് സമയത്ത് ചെയ്യും. അവർ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിനായി, അവരുടെ ശുശ്രൂഷകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗ്രീറ്റിങ്സ് പറഞ്ഞ സൂസനം ചെറിയൻ ആൻറ്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരക്കുകളുടെ ഇടയിലും ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവിൻ്റെ ദാസി കാണിച്ച ആ മനസ്സിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് 4 അമ്മാച്ചന്മാരായിരുന്നു ഉള്ളത്. 3 അമ്മാച്ചന്മാരും ലോകത്തിൽ മാറ്റപ്പെട്ടു. ശേഷിക്കുന്ന അമ്മാച്ചനാണ് പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് TM സാമുവൽ ഇന്നിവിടെ ഗ്രീറ്റിങ്സ് പറഞ്ഞത്. അവരുടെ സാന്നിധ്യം പ്രിയാങ്കളും ആൻറ്റിയുമുണ്ട്. അതുപോലെ തന്നെ മൂത്ത അങ്കിൾ TM എബ്രഹാമിൻ്റെ, അദ്ദേഹവും ചില വർഷങ്ങൾക്ക് മുൻപ് നിത്യതയിൽ പ്രവേശിച്ചു. പ്രിയ ഗ്രേസി മാമ
അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ അമ്മാവി ഇവിടെയുണ്ട്. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. അതുപോലെ എനിക്ക് ഒരു കൊച്ചപ്പനേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഒരു സഹോദരിയാണ്. അമ്മാമ്മയ്ക്ക് കടന്നു വരുവാൻ ശാരീരിക ക്ഷീണമുള്ളത് കൊണ്ട് പ്രിയ അപ്പാപ്പൻ ഞങ്ങളുടെ കൊച്ചപ്പൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. രാജു തോമസ് ദീർഘവർഷങ്ങൾ റാന്നി സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച മാന്യദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ UK-യിലുണ്ട്. അവരുടെ സ്നേഹവും പ്രാർത്ഥനകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതുപോലെ എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യം ഞങ്ങളുടെ മൂത്ത പെങ്ങളും അളിയനും ശുഭിച്ചാൻ ഇവിടെ ഓർപ്പിച്ചു. പക്ഷേ MG ജോണിൻ്റെ പേര് അദ്ദേഹമാണ് ആദ്യം ഇവിടെ പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ അളിയൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാതൃകയും ഞങ്ങൾക്ക് ഒരു ഉപദേശകനും എല്ലാ കാര്യങ്ങളും എൻ്റെ വിവാഹ കാര്യങ്ങൾ, എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ, മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അഡ്വൈസ് അളിയനിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. കാരണം IPCയിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. ദീർഘവർഷങ്ങൾ കുമ്പനാട് സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് കർത്താവിൻ്റെ വേലയിൽ അത്യുത്ഥാനം ചെയ്ത ഒരു കർത്തൃദാസനാണ് ഞങ്ങളുടെ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡ് പാസ്റ്റർ MG ജോൺ. മേഴ്സ് മാമ ഇവിടെയുണ്ട്. മേഴ്സ് മാമ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുടെ മൂത്ത സഹോദരി ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മേഴ്സ് മാമയും ചില വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, പലപ്പോഴും മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ നമ്മളെ പുൽകിയെങ്കിലും ദൈവം നമ്മുടെ ജീവൻ്റെ പാണ്ഡത്തിൽ കെട്ടിസൂക്ഷിച്ചതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ നിൽക്കുന്നത്. 2016 ഞാൻ ലോകത്തിൽ നിന്നും ഹാർട്ട് അറ്റാക്ക് വന്ന് മാറ്റപ്പെടേണ്ടവനാണ്. പക്ഷേ അനേക ദൈവങ്ങളുടെ പ്രാർത്ഥന ദൈവം എനിക്ക് ആയുസ് തന്നു. കെസിയ മോൾ 6 വയസ്സുള്ളപ്പോൾ ഓറീസിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ 3 പേർ സഞ്ചരിച്ചു വന്ന ഒരു ബൈക്ക് ഇടിച്ച് കരണങ്ങൾ മറിഞ്ഞ് അവിടെ ആ സ്പോട്ടിൽ ഡെത്ത് നടന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ അവിടെ മുട്ടിലെ തൊലികൾ പോയതല്ലാതെ അവൾക്കൊരു പോറലും ഏൽപ്പിക്കാതെ ദൈവങ്ങളെ സൂക്ഷിച്ചു. നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തന്ന് ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുക്കുവാൻ അവസരങ്ങൾ ഒരുക്കിയ സർവ്വവല്ലഭനായ കർത്താവിന് സകലമാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഈ KGA എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടൽ നമുക്ക് വിട്ടു തന്ന ഇതിൻ്റെ ചുമതലപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. പ്രിയ ബിജുമോൻ സാറിനെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്ന എല്ലാ സമയത്തും വളരെ ഹൃദ്യമായ നിലകളിൽ ഞങ്ങളോട് ഇടപെടുകയും കാര്യങ്ങളൊക്കെ മനോഹരമാക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈ ഹോട്ടലിൻ്റെ ആഭിമുഖ്യത്തിലാണ് സ്വാദിഷ്ടമായ ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തവരോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണമെന്ന് സാദരം ഞാൻ ഓർപ്പിക്കുന്നു. ഗ്രീറ്റിങ്സ് പറയാൻ യോഗ്യതയുള്ള അനേകരിവിടെയുണ്ട്. പക്ഷേ സമയച്ചുരുക്കത്താൽ അതിന് നമുക്ക് കഴിയുന്നില്ലല്ലോ. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നല്ലൊരു മഹത്വം കരേറ്റാം. മേ ഗോഡ് ബ്ലെസ് യു. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഹല്ലേലൂയ 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 എന്നെ നടത്തുന്നു ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ
പാടിയിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിന സ്തോത്രമല്ല ഒന്നുമില്ലേ ഓർത്തിടുമ്പോ. താങ്ക് യു ജീസസ്. ഓ സ്തോത്രമല്ല ഒന്നുമില്ലേ. നാം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയെ ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ നമ്മുടെ ചിന്തകൾ, ആലോചനകൾ, തീരുമാനങ്ങൾ, സംസാരങ്ങൾ, ദൈവവചന കേൾവി, ആശംസകൾ, ഗാനങ്ങൾ എല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവമക്കൾ അല്പനേരം സ്തോത്രം ചെയ്യുക. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽ വേളയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഭവനങ്ങളിൽ നിന്നിറങ്ങിയ സമയം മുതൽ ഇവിടെ വന്ന സമയം മുതൽ ഇതുവരെയും നിൻ്റെ സാന്നിധ്യമിട്ട് നീ ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത ബുധനാഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ ദൈവം ഇടയാക്കണമേ. ആ ലോക്കൽ സഭയ്ക്കായി അവിടുന്ന് വന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ കർത്താവ് മറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞാ ഭവനത്തിൽ ചെല്ലുന്നത് ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ജെയിംസ് ബോൺ പാസ്റ്റർ കുടുംബത്തിനായി, അപ്പച്ചനായി, ദൈവദാസന്മാർക്കായി, സഹോദരിമാർക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗായ സംഘത്തിനായി സ്തോത്രം. നീ എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. നന്ദി കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും അടുത്ത ആഴ്ചകൾ നടക്കുന്ന വിവാഹ ശുശ്രൂഷകളോടും അവരുടെ കുടുംബജീവിതത്തോടും ഇപ്പോൾ മുതൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിനും സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്കായി കരുതും, നീ പോലും അറിയാത്ത നിമിഷം. ദൈവം നിനക്കായി തുറക്കും, ഒരു നാളും അടയ്ക്കാത്ത വാതിൽ. ദൈവം നിനക്കായി കരുതും, നീ പോലും അറിയാത്ത നിമിഷം. ദൈവം നിനക്കായി തുറക്കും, ഒരു നാളും അടയ്ക്കാത്ത വാതിൽ. ദൈവം നിനക്കായി കരുതും, നീ പോലും അറിയാത്ത നിമിഷം. ദൈവം നിനക്കായി തുറക്കും, ഒരു നാളും അടയ്ക്കാത്ത വാതിൽ. കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ, കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ ജയമുണ്ടിന്നെനിക്ക്. ഹല്ലേലൂയ, ജയമുണ്ടിന്നെനിക്ക്.
ആകുല ചിത്തനായി കലങ്ങേണ്ട, ആവശ്യഭാരങ്ങൾ അറിയുന്നവൻ. ആകുല ചിത്തനായി കലങ്ങേണ്ട, ആവശ്യഭാരങ്ങൾ അറിയുന്നവൻ. അനുഗ്രഹ സമൃദ്ധിയിൽ വഴി നടത്തും, വാഗ്ദത്തങ്ങൾ ഏതും നിറവേറ്റും. അനുഗ്രഹ സമൃദ്ധിയിൽ വഴി നടത്തും, വാഗ്ദത്തങ്ങൾ ഏതും നിറവേറ്റും. കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ, കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ ജയമുണ്ടിന്നെനിക്ക്. ഹല്ലേലൂയ, ജയമുണ്ടിന്നെനിക്ക്. വരണ്ട നിലത്തവൻ നീരൊഴുക്കും, നിർജ്ജനദേശത്തും വഴി തുറക്കും. വരണ്ട നിലത്തവൻ നീരൊഴുക്കും, നിർജ്ജനദേശത്തും വഴി തുറക്കും. മരുഭൂപ്രയാണത്തിൽ കൂടിയിരിക്കും, മാറാത്ത മേഘമായി മീതെ നിൽക്കും. മരുഭൂപ്രയാണത്തിൽ കൂടിയിരിക്കും, മാറാത്ത മേഘമായി മീതെ നിൽക്കും. കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ, കൃപയാൽ കൃപയാൽ ദൈവത്തിൻ കൃപയാൽ ജയമുണ്ടിന്നെനിക്ക്. ഹല്ലേലൂയ, ജയമുണ്ടിന്നെനിക്ക്. കാർമേഘം പോലുള്ള സങ്കടങ്ങൾ അനുഗ്രഹമഴയായി ചൊരിഞ്ഞിടും. കാർമേഘം പോലുള്ള സങ്കടങ്ങൾ അനുഗ്രഹമഴയായി ചൊരിഞ്ഞിടും. അനവധി നന്മകൾ പകർന്നിടും, നിത്യതയെത്തു